കേട്ടോ മാം. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ മാം, താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. വിംബിൾ അക്കാദമിയിലെ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിഷ, ഞാൻ എറണാകുളത്താണ്. ഞാൻ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ട്രെയിനറാണ്, അതുപോലെ ഒരു റെമഡിയൽ പ്രാക്ടീഷണറും ആണ്. ശരിക്കും പറയാം, വിംബിൾ അക്കാദമിയിലൂടെയാണ് ഞാൻ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് ഇടയായത്. വിംബിൾ അക്കാദമിയുടെ ട്രെയിൻ ദ ട്രെയിനേഴ്സിലെ 20th ബാച്ച് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അതാണ് ശരിക്കും എൻ്റെ ഒരു കരിയറിലെ ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടൊക്കെ കോൺഫിഡൻസ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ വിംബിൾ അക്കാദമിയിലെ ഓരോ കോഴ്സുകൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോഴും എൻ്റെ കരിയറിൽ ഓരോരോ തൂവലുകൾ കൂടിക്കൂടി വരുന്നു എന്ന് വേണേൽ പറയാം. ഫൈസൽ സാറിന്റെ നേതൃത്വത്തില് ഒരു കുടുംബാംഗങ്ങളെ പോലെ ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. സാധാരണ നമ്മള് കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്തമായ ചിന്താഗതികൾ ഉള്ളവരാണ്. എങ്കിലും അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ച് നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ നമ്മുടെ വിംബിൾ അക്കാദമിയെ പറ്റി പറയുമ്പോൾ ഒരേ ചിന്താരീതികളുള്ള, ഒരേ ലക്ഷ്യങ്ങളുള്ള, ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ, ബഹുദൂരം മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം അംഗങ്ങൾ ചേരുന്ന, ഇപ്പൊ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വിംബിൾ അക്കാദമി. കാരണം ഒരേ ലക്ഷ്യമാണ് അവർക്കൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും അതോടൊപ്പം തിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ഒരു കുടുംബമാണ് വിംബിൾ അക്കാദമി എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ വിംബിൾ അക്കാദമിയുടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്രെയിൻ ദ ട്രെയിനേഴ്സ് എന്ന കോഴ്സാണ്. അതിലെ 20th ബാച്ച് കഴിഞ്ഞാൽ 21st ബാച്ച് നെക്സ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫൈസൽ സാറിന്റെ നേതൃത്വത്തില് വളരെ പ്രൊഫഷണൽ ആയിട്ട്, വളരെ ഫാന്റാസ്റ്റിക് ആയിട്ട് തന്നെ നമ്മളുടെ കഴിവുകള് പുറത്തെടുക്കുവാനും, നമ്മുടെ ഉള്ളിലുള്ള എല്ലാം നമ്മൾ എന്തായി തീരണം, ഹൂ ആം ഐ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് വളരുവാനായിട്ട്, നമുക്ക് നമ്മുടെ കരിയർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഇതിലൂടെ വിംബിൾ അക്കാദമി ഒരുക്കുന്നത്. ഈ സമയം ഫൈസൽ സാറിനോടൊപ്പം ഞങ്ങളെയൊക്കെ വളർത്തിയ ജാസ്മിൻ മാമിനെ, അതുപോലെ ഒരുപാട് പേരുണ്ട്, വർഷ മാം, നിസാവ് സാർ, സ്റ്റെഫി മാം, അങ്ങനെ ഒത്തിരി പേരുടെ കഠിനാധ്വാനം, ഇനിയും പേര് ഞാൻ പറയാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ. അതുപോലെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ബിന്ദു മാമിനെ പറ്റി പറയാം. ബിന്ദു മാം തിരുവനന്തപുരംകാരിയാണ്. ശരിക്കും പറഞ്ഞാല് നല്ലൊരു ട്രെയിനറാണ്, പാരന്റിങ് ട്രെയിനറാണ്, ലൈഫ് കോച്ചാണ്. അങ്ങനെ തന്റെ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബിന്ദു മാം ശരിക്കും പറഞ്ഞാല് വിംബിൾ അക്കാദമിയുടെ ഈ ട്രെയിൻ ദ ട്രെയിനേഴ്സ് ബാച്ചിലെ 20th ബാച്ചിലെ എൻ്റെ ബാച്ച്മേറ്റ് ആണ്. പക്ഷെ മാം ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് നന്നായി മുന്നോട്ട് പോകുന്നതിനിടയിലും മാമിനെ മനസ്സിലാക്കിയത് ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലായിരുന്നു മാം കോച്ചിങ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് ഒരു മലയാളത്തിലേക്ക് ഒരു ട്രെയിനർ ആവുക, മലയാളത്തിൽ ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള മാമിന്റെ ആ വലിയ സ്വപ്നം ഈ ഒരു ട്രെയിൻ ദ ട്രെയിനേഴ്സ് ബാച്ചിലൂടെ ആണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് മാം ഇരിക്കുന്നത്. സത്യം പറഞ്ഞാല് ഓരോരുത്തരും ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഇംഗ്ലീഷില് ട്രെയിനിങ് കൊടുക്കാനും അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന അതേ തീവ്രതയോടുകൂടെയാണ് മാം മലയാളത്തിൽ ക്ലാസ് എടുക്കാനായിട്ട് ആഗ്രഹിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ നമുക്കറിയാലോ എന്തുമാത്രം നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനായിട്ട് അതുപോലെ തീവ്രതയിലാണ് മാം ആഗ്രഹിച്ചത്. അത് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്.
അപ്പൊ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. മാമിന്റെ ക്ലാസ് നല്ല അറ്റൻറ്റീവ് ആയിട്ട് ശ്രദ്ധിച്ച് കേട്ട് മാമിന്റെ കഴിവുകളെല്ലാം പുറത്തെടുക്കത്തക്ക വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നല്ല ആക്റ്റീവ് ലിസണേഴ്സ് ആയിരിക്കുക. അപ്പൊ ബിന്ദു മാം, വെൽക്കം ടു ദിസ് ക്ലാസ്. Thank you so much, Jisha ma'am, for the wonderful introduction. It really means a lot. ഇന്ന് രാവിലെ ജിഷ മാം ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ജിഷ മാമിന് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ പറയാൻ. യു ഡിഡ് ഇറ്റ് വണ്ടർഫുള്ളി. താങ്ക് യു സോ മച്ച്. And for all my team members who are present here, thank you for coming and supporting me. It really means a lot. We are, നമ്മൾ ഈ ജേർണിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. So I really thank you all for being here. So today I'm going to start my session with the importance of communication in parenting. So ഞാൻ ആദ്യം ജിഷ മാം പറഞ്ഞെങ്കിലും എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എൻ്റെ പേര് ബിന്ദു സജി. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, ഒരു ലൈഫ് കോച്ച് ആൻഡ് എ പേരന്റ് കോച്ച് ആണ്. സോ ലൈഫ് കോച്ച് ആയിട്ട് ഞാൻ ഇൻഡിവിജ്വൽസിനെയൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പേരന്റ് കോച്ചിങ് ആണ്. ബിക്കോസ് ഐ ലവ് ചിൽഡ്രൻ. എനിക്ക് കുട്ടികളെ അത്രയും ഇഷ്ടമായതുകൊണ്ടും ഞാൻ പലപ്പോഴും ലൈഫ് കോച്ചിങ് ക്ലാസ്സസ് എടുക്കുമ്പോൾ പേരൻസ് എന്നോട് വന്ന് ചോദിച്ചു തുടങ്ങി കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമോ എന്നുള്ളത്. സോ ഞാൻ അങ്ങനെ റിസർച്ച് ചെയ്ത് വന്നപ്പോൾ മനസ്സിലാക്കിയത് പേരന്റ് കോച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഇസ് ദ ബെസ്റ്റ് വേ വേ വി ക്യാൻ റേസ് അവർ ചിൽഡ്രൻ മൈൻഡ്ഫുള്ളി. അതായത് നമ്മൾ പേരൻസ് അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ നർച്ചർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദേ ഗ്രോ അപ്പ് ആസ് ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ്സ്. സോ എൻ്റെ ഇപ്പോഴത്തെ മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് എ വേൾഡ് ഫോർ അവർ ചിൽഡ്രൻ, to have a beautiful parent-child relationship which will in turn help them to grow up as good individuals contributing to the world. So ആ ഒരു മിഷൻ നമ്മുടെ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു ഫ്യൂച്ചർ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നന്നായി ഈ വേൾഡിൽ മീനിങ് ഫുൾ ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഹാർമോണിയസ് ആയിട്ടും ഒക്കെ ജീവിക്കാൻ എല്ലാവർക്കും ഒരു എന്താ പറയാ എല്ലാവർക്കും അത് സാധ്യമാവട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഈ പേരന്റ് കോച്ചിങ് തിരഞ്ഞെടുത്തത്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആൻഡ് ഐ എം വെരി പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. സോ ഇന്നത്തെ ടോപ്പിക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ പേരന്റിംഗ് ആണ്. So could someone tell me what is communication? എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? നമ്മളിതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. We will try and make it as fun as possible. So ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാമോ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. Yes, exchanging our information. Yes. Yes, to exchange absolutely. our emotion, ideas, thoughts, and feelings, Wonderful, Livna. Thank you so much. And hi, Haizam ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. Thank you for your participation. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് അവർ വ്യൂസ്, ഐഡിയാസ്, തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാമാണ് അല്ലേ. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ നമ്മുടെ തോട്ട്സും ഐഡിയാസും ഒക്കെ നമ്മൾ ആ ഒരു കറക്റ്റ് രീതിയിൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൺവേ ചെയ്യുക എന്നുള്ളത്. സോ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചെയ്യുമ്പോൾ അത് ഇഫക്റ്റീവ് ആവുന്നത്? ആർക്കെങ്കിലും പറയാമോ എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇഫക്റ്റീവ് ആക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ഇഫക്റ്റീവ് ആയി എന്ന് മനസ്സിലാക്കുന്നത്? അത് നമ്മള് പറയുന്ന കാര്യവും അവര് പറയുന്ന കാര്യവും പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് അത് ഇഫക്റ്റീവ് ആകുന്നത്.
ആബ്സല്യൂട്ട്ലി. അതായത് നമ്മൾ അവരോട് പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ അവർക്ക് അതേ വേവ് ലെങ്തിലോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വി ഹാവ് സക്സീഡഡ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഇഫക്റ്റീവ്ലി. അല്ലെങ്കിലാണ് നമുക്കറിയാം അല്ലേ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാതെ വരുമ്പം അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു. സോ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ അത് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. സോ എന്താണ് ഈ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ? ഇനി വേറെ ആർക്കെങ്കിലും പറയാമോ എന്താണ് ഈ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? പറയില്ല, വേറെ ആർക്കെങ്കിലും പറയാം. That means encouraging others, ma'am. Means positively Yes, encouraging. it is in a way encouraging others ആണ്. അതായത് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ടോക്കിംഗ് ആൻഡ് ലിസണിങ് ഇൻ എ കൈൻഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ വേ. നമ്മൾ മറ്റുള്ളവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് ക്ലിയർ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെയും ജഡ്ജ് ചെയ്യാതെയും എത്ര നന്നായിട്ട് നമ്മളുടെ ഉള്ളിലുള്ളത് മറ്റുള്ളവർക്ക് കൺവേ ചെയ്യാൻ, അതായത് റെസ്പെക്ട്ഫുള്ളി നല്ല വേർഡ്സ് യൂസ് ചെയ്ത് നല്ല ടോൺ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് നല്ല റെസ്പെക്ട്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിനാണ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ബെനിഫിറ്റ്സ്? അതായത് ഈ പോസിറ്റീവ്ലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ എല്ലാം അത് സ്ട്രെങ്തൻ ചെയ്യുന്നു. ആ ഒരു ബോണ്ട്, നമ്മൾ ഒരു കാര്യം ഇപ്പം നമ്മുടെ പാർട്ട്ണറോടാവട്ടെ നമ്മുടെ മക്കളോടാവട്ടെ അത് ക്ലിയർ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഈ പോസിറ്റീവ് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിൽഡ്സ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ്. And also it helps in resolving conflict. അപ്പൊ എന്താണ് അവിടെ നമ്മൾ പരസ്പരം മനസ്സിലാവാതെ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം നമ്മൾക്ക് വഴക്കുണ്ടാവാം അല്ലേ? അപ്പൊ അവിടെ ആ ക്ലിയർ ആയിട്ടും പോസിറ്റീവായിട്ടും വന്നാൽ അവിടെ നമ്മൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നില്ല. പിന്നെ എന്താണ്, ഇത് നമ്മളെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ഓൾസോ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഇറ്റ് ഓഫേഴ്സ് സപ്പോർട്ട്. ഇപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്തു, നമ്മളത് തെറ്റ് ചെയ്തത് വേറൊരാൾ നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്താൽ അവിടെ എന്താണ്, ആ പേഴ്സൺ നമുക്ക് സപ്പോർട്ടാണ് ഓഫർ ചെയ്യുന്നത്. നമ്മളെ തെറ്റ് തിരുത്തുന്നുണ്ടെങ്കിലും ഇൻ എ പോസിറ്റീവ് വേ. സോ ദാറ്റ് ഈസ് ഓഫറിങ് അസ് സപ്പോർട്ട്. അപ്പം അത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും സപ്പോർട്ടിനും നമ്മളെ സഹായിക്കുന്നു. ഇങ്ങനെയെല്ലാം ഇത്രയും നന്നായിട്ട് വരുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ആക്ച്വലി ഇറ്റ് ക്രിയേറ്റ്സ് എ ഹാപ്പി എൻവയൺമെന്റ് അല്ലേ? നമ്മൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് എല്ലാം സ്ട്രോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സ് ഇല്ലാതെ നല്ല രീതിയിൽ ട്രസ്റ്റും സപ്പോർട്ടും കൂടി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഹാപ്പി എൻവയൺമെന്റ് ക്രിയേറ്റ് ആവുന്നു. സോ ഇപ്പം നമുക്ക് ഇവിടെ ഞാൻ ഒരു സിനാരിയോ എടുക്കുകയാണ്. 2 സിനാരിയോസ് ആണ്. സോ ലെറ്റ് മീ ടേക്ക് യു ത്രൂ ദോസ് സിനാരിയോസ്. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് ദിസ് സെയിൽസ് ഗായ്. ഓക്കെ, ഒരു കമ്പനിയിലെ ഒരു സെയിൽസ് ഗായ്. പുള്ളിയെ മാനേജർ വിളിപ്പിച്ചു. എന്താണ്, പുള്ളിയോട് സെയിൽസിന്റെ ടാർഗറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ. അപ്പം പുള്ളി ആ മാസം കുറച്ച് സെയിൽസ് കുറവാണ്. അപ്പം നമ്മളെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കൂ. നമ്മൾ പോവാണ് അങ്ങനെ. അപ്പം നമുക്ക് എന്താണ്, ടെൻഷനാണ്. മാനേജർ ഇനി വഴക്ക് പറയോ, എന്തൊക്കെ പറയൂന്നറിയില്ല. സോ ആ ആള് സ്റ്റെപ്പ് ഇൻ ചെയ്യാണ്. അപ്പം ചെല്ലുമ്പം ഈ മാനേജർ, ഇഫ് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്, മാനേജർ ചെന്ന ഉടനെ പറയാണ്, നിനക്കിപ്പോ പഴയതുപോലെ വർക്ക് ചെയ്യാനൊന്നും താല്പര്യമില്ലല്ലോ, നിന്റെ സെയിൽസ് എല്ലാം ഡൗൺ ആയി പോയിക്കൊണ്ട് ഇരിക്കുകയാണ്, നിന്റെ മന്ത്ലി ടാർഗറ്റ്സ് ഒന്നും നീ അച്ചീവ് ചെയ്യുന്നില്ല, നിനക്കൊരു ശ്രദ്ധയില്ല, നിനക്ക് ഇങ്ങനെ പോയാല് ഞങ്ങൾക്ക് നിന്റെ കാര്യം നിന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ എന്താണ് അവിടെ സംഭവിച്ചത് നമുക്കത് മനസ്സിലാക്കാം. ഇനി ഇത് തന്നെ ഒരു സീൻ 2, അതായത് ഒരു സെക്കൻഡ് സിനാരിയോ. അപ്പം ഈ ആള് കയറി ചെല്ലുകയാണ്. ലെറ്റ്സ് ഗിവ് ഹിം എ നെയിം ആസ് റോഹൻ. റോഹൻ കയറി ചെല്ലുന്നു. അപ്പൊ മാനേജർ അവിടെ ഇരിക്കുന്നു. അപ്പൊ റോഹൻ പേടിച്ചിട്ടാണ് കയറി ചെല്ലുന്നത്. അപ്പൊ മാനേജർ കണ്ട ഉടനെ പറയുന്ന, റോഹൻ വരൂ, ഇരിക്കൂ,
എന്തുണ്ട് വിശേഷം? തന്നെ കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ ആണല്ലോ, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? യു ഹാവ് ഓൾവേസ് ബീൻ ആൻ അച്ചീവർ, റൈറ്റ്? നീ നിന്റെ ടാർഗറ്റ്സ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടല്ലോ ഇതുവരെയുള്ളത്. ഇപ്പം ഒരു ചെറിയ ഡ്രോപ്പ് വന്നിട്ടുണ്ടാവും, സാരമില്ല. എന്തെങ്കിലും നിനക്ക് പ്രശ്നങ്ങളുണ്ടോ? നമ്മൾക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം ബാക്ക് ടു മീ. ഇറ്റ്സ് ഓൾ റൈറ്റ്, നമുക്കത് ശരിയാക്കി എടുക്കാം. സോ ഇവിടെ രണ്ട് സിനാരിയോസ് ആണ്. അപ്പം നമ്മൾക്ക് ഈ ഫസ്റ്റ് സിനാരിയോയിൽ എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നടന്നത്? ഇസ് ഇറ്റ് എ നെഗറ്റീവ് ഓർ എ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ? നെഗറ്റീവ്. Negative. And this scenario 2, it's a positive communication, right? അപ്പം ഈ നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് വരുമ്പം റോഹൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? മൊത്തത്തില് എന്ത് പോവും? കോൺഫിഡൻസ് പോയി, ടെൻഷനും സ്ട്രെസ്സുമായി. കാര്യം എനിക്കിനി സെയിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയ്യോ തീർന്നു, എൻ്റെ കാര്യം പോയി, എനിക്കിനി ജോലി ഉണ്ടാവത്തില്ല, ടെൻഷനായി. അതും മാനേജറിനോട് ദേഷ്യം തോന്നാം. അത് ആ റിലേഷൻഷിപ്പിനെ സ്ട്രെയിൻ ചെയ്യുന്നു, അല്ലേ? സോ അവിടെ അങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം സീൻ 2-ല് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് ആ മാനേജർ കൊടുത്തത്. അപ്പൊ എന്താണ് റോഹന്? കോൺഫിഡൻസ് വന്നു. ഓക്കെ, ഞാൻ ഇപ്പം ഒന്ന് ഇതായെങ്കിലും എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അയാൾക്ക് മറ്റ് സീനിൽ ഉണ്ടായിരുന്ന ആ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇല്ല. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ടു ദ മാനേജർ. അതായത് എന്നെ അയാൾ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അവിടെ എന്താണ്? മറ്റതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ റോഹൻ മോട്ടിവേറ്റഡ് ആവുന്നു, ആ മാനേജറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ആവുന്നു, അയാളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു പോസിറ്റീവും നെഗറ്റീവും കമ്മ്യൂണിക്കേഷൻ കൊണ്ടുണ്ടാവുന്നത്. സോ നമ്മൾ അഡൾട്ട്സ്, നമ്മളെ ആരെങ്കിലും ഇതേപോലെ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുവോ? നമ്മൾക്ക് ആരെങ്കിലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെടുവോ? യെസ് ഓർ നോ? നോ. അതെ, ആർക്കും ഇഷ്ടമില്ല. ഞാൻ അടക്കം ആർക്കും ഇഷ്ടമില്ല നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ബ്ലെയിം ചെയ്യുന്നതും. അപ്പം അത് നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് എങ്ങനെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്? നമ്മൾ അവരുടെ പേരൻസ് ആവാം, കെയർ ടേക്കേഴ്സ് ആവാം, ആരെങ്കിലും ആവാം. പക്ഷേ നമ്മൾ ആ കുട്ടികളെ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് നെഗറ്റീവ് കമ്മ്യൂണിക്കേഷനും അവരുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ എങ്ങനെ അവർ ഫീൽ ചെയ്യുമെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ദാറ്റ് നമ്മൾക്ക് പോലും ഒരു ക്രിറ്റിസിസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ കുഞ്ഞു കുട്ടികൾ, അവർക്ക് ആ നമ്മളുടെ നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവരെ ഭയങ്കരമായിട്ട് അത് ഇമ്പാക്ട് ചെയ്യും. ഇനി ഐ വോണ്ട് ടു ടേക്ക് യു ത്രൂ എ ജേർണി. അപ്പം അതൊരു ചെറിയ എക്സസൈസ് ആണ്. എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുക. There are two scenarios which I will be taking you through. So this is actually a reflection of how things work. അപ്പം ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ കേൾക്കുക, കണ്ണടച്ചിരിക്കുക. അത് കഴിയുമ്പോൾ ഞാൻ പറയാം എപ്പം കണ്ണ് തുറക്കണമെന്ന്. സോ യു ക്യാൻ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് റിലാക്സ്. ലെറ്റ്സ് ട്രാവൽ ടു അവർ ചൈൽഡ്ഹുഡ്. എല്ലാവരും കണ്ണുകൾ അടച്ചോ? ഓക്കെ, നമ്മുടെ ചൈൽഡ്ഹുഡിലോട്ട് നമുക്ക് പോവാം. സോ എൻ്റെ കുട്ടിക്കാലം, എനിക്ക് 1 വയസ്സാണ് ആ സമയത്ത്. ഓക്കെ, ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് എടുക്കുന്ന ടൈമാണ്. ഞാൻ പതിയെ പിടിച്ചു നടക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഞാൻ എന്താ കാണുന്നത്? എൻ്റെ പേരൻസ് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ പേരൻസ് എന്നെ എൻകറേജ് ചെയ്യുന്നു. മോനെ നടക്ക്, ഓക്കെ, വീണാലും സാരമില്ല, അച്ഛൻ പിടിച്ചോളാം, ഇല്ലേ അമ്മ പിടിച്ചോളാം, അമ്മ കൂടെ ഉണ്ട്, നടന്നോ, കുഴപ്പമില്ല. സോ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേരൻസ്. നമ്മളെ ചെയർ ചെയ്യുന്നു, നമ്മളെ എൻകറേജ് ചെയ്യുന്നു. ഓക്കെ, പേരൻസ് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. കാര്യം എനിക്ക് എൻ്റെ പേരൻസിന്റെ എല്ലാം സപ്പോർട്ട് കിട്ടി. അവരെന്നെ എൻകറേജ് ചെയ്യുന്നു, നല്ല വേർഡ്സ് ഒക്കെ പറയുന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എന്തോ ഒരു അക്കോംപ്ലിഷ്മെന്റ് അവിടെ നടത്തി. എൻ്റെ കോൺഫിഡൻസ് കൂടി.
ഞാൻ ഭയങ്കര ഹാപ്പി. ആ സീന് കംപ്ലീറ്റ് നമ്മളൊരു ഹാപ്പി എൻഡിങ് ആണ്. ഓക്കെ, നൗ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോവുകയാണ്, ഒരു ഫ്യൂ ഇയേഴ്സ് മുന്നോട്ട്. അവിടെ ഇമാജിൻ ഞാനൊരു 5 വയസ്സുള്ള ഒരു കുട്ടി. ഓക്കെ, ഞാൻ 5 വയസ്സായി എനിക്ക്. അപ്പോൾ ഞാൻ നഴ്സറി പോയി തുടങ്ങി. ഞാൻ ആൽഫബറ്റ്സ് ഒക്കെ എഴുതാൻ തുടങ്ങി. അപ്പം ഈ ആൽഫബറ്റ്സ് ഒക്കെ എഴുതാൻ തുടങ്ങിയപ്പം എനിക്കങ്ങ് കൺഫ്യൂഷൻ ആയി. ടീച്ചർ പറഞ്ഞു ലൈൻസ് സ്ട്രെയിറ്റ് വരയ്ക്കണം, കർവ് ചെയ്യണം, ഇതൊക്കെ പറയാ ടീച്ചർ. പക്ഷെ എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ വീട്ടിൽ വന്നു, അമ്മയോ അച്ഛനോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പിടിച്ചെഴുതാനായിട്ട്. എനിക്ക് ആ വരകൾ നേരെ വരയ്ക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്, വേദനിക്കുന്നു. പക്ഷേ അമ്മയും അച്ഛനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ആ, എഴുതിക്കോ മോൻ, എഴുതിക്കോ, കുഴപ്പമില്ല, ഞാൻ ആ ഡോട്ട്സ് ഇട്ട് തരാം, അതിലൂടെ എഴുതിക്കോ, വിഷമിക്കണ്ട. ഇതിങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു 1 month കഴിഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ഇറിറ്റേഷനായി. ചോദിച്ചു തുടങ്ങി, എന്താ നിന്റെ പ്രശ്നം? നിനക്കൊരു ലൈൻ പോലും മര്യാദയ്ക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലേ? ഒരു കർവ് എന്താ നിനക്ക്? ആ ഡോട്ടിന്ന് ഈ ഡോട്ടിലോട്ട് എന്താ നിനക്ക് ചെയ്യാൻ പറ്റാത്തത്? നിനക്ക് വേറെന്തൊക്കെ ചെയ്യാൻ കഴിവുണ്ട് ആ കൈ വെച്ചിട്ട്? എന്നിട്ട് എന്താ നിനക്ക് എഴുതാൻ പറ്റുന്നില്ലേ? നീ ഒരു മടിയനാ. നിന്റെ ഈ മടി കാരണമാണ് നിനക്ക് എഴുതാൻ പറ്റാത്തത്. എന്തായാലും നീ ഇത് എഴുതി തീർത്തിട്ട് ഇവിടെ നിന്ന് എണീറ്റാ മതി. നിനക്ക് ഇന്ന് ഫുഡും തരുന്നത് അപ്പോഴേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്ത് വിഷമമായി. എൻ്റെ ഹാർട്ട് റേസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ സ്റ്റമക്ക് വല്ലാത്തൊരു ഫീലിംഗ്. എനിക്ക് പേടിയായി. എനിക്ക് ആങ്ഷ്യസ്നെസ് വരാൻ തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാൻ തുടങ്ങി. അയ്യോ, ഞാൻ ഇപ്പൊ ഇത് എഴുതിയത് കറക്റ്റ് ആയില്ലെങ്കിൽ അമ്മ വഴക്ക് പറയില്ലേ, അച്ഛൻ വഴക്ക് പറയില്ലേ? ഉഫ്, ഇപ്പൊ ഞാനിത് എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ആയാൽ? എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഞാൻ അത് കരയാൻ തുടങ്ങുന്നു. ഇനി പതിയെ കണ്ണുകൾ തുറക്കാം. കുട്ടിക്കാലത്തോട്ട് പോയോ എല്ലാരും? പോയി മാം. ഹൗ ഡിഡ് യു ഫീൽ? അതായത് നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഇയറിൽ ആ ഒരു ഇമോഷൻസ് എന്തായിരുന്നു? നിങ്ങളുടെ ആ ഫസ്റ്റ് ഇയർ ഓഫ് അതിലെ ഇമോഷൻസ് എന്തായിരുന്നു? സന്തോഷം അല്ലേ? എൻകറേജ്മെന്റ്, ഹാപ്പി ഫീലിംഗ്, ഒരു സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെന്റ്. ഇതൊക്കെ കാര്യം എന്താ? എൻ്റെ പേരൻസ് എന്നെ എൻകറേജ് ചെയ്തു വല്ലാതെ. അപ്പം എനിക്ക് അവിടെ ആ സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെന്റ് ആണ് കിട്ടിയത്. പക്ഷേ നമ്മുടെ ഈ സീൻ 2 വന്നപ്പോ മാം അത് പറഞ്ഞപ്പോ ഇപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോരിത്തരിപ്പുണ്ടായി. അവര് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അതൊക്കെ പറഞ്ഞില്ലേ കണ്ടപ്പോ, മനസ്സിൽ കണ്ടപ്പോ ശരിക്കും. അപ്പം അത് നമ്മളെ സപ്പോർട്ട് ചെയ്തു ഇനിഷ്യലി. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകും തോറും പേരൻസ് ഫ്രസ്ട്രേറ്റഡ് ആയി. അവരുടെ തിരക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവാം ഈ കുട്ടി ലേസി ആണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ നെഗറ്റീവ് വേർഡ്സ് ആ കുട്ടിയെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു? നമ്മളെ തന്നെ ആവട്ടെ, അവർ പറയുന്നു ഇങ്ങനെ. അപ്പം എന്നെ പറഞ്ഞു ഞാൻ മടിയനാ, എന്നെ കൊള്ളത്തില്ല. അപ്പം എനിക്ക് എന്തായി? ഞാൻ ആങ്ഷ്യസ് ആയി, എനിക്ക് പേടിയായി. അയ്യോ, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇനി എന്നെ ഇഷ്ടമല്ലാണ്ടാവോ? ഞാൻ ഇത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ സെൽഫ് എസ്റ്റീം അവിടെ ലോ ആയി, എൻ്റെ കോൺഫിഡൻസ് പോയി. ഇനി എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഫിയർ എൻ്റെ ഉള്ളിൽ വന്നു. അപ്പം ഇതാണ് ഒരു ക്ലിയർ എക്സാമ്പിൾ ഹൗ a negative communication can affect a child and a positive communication can build a child's confidence. So ഇപ്പോഴാണ് നമ്മുടെ ആ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? ഇങ്ങനെ ആ ഒരു സിനാരിയോയിൽ കൊണ്ടുപോയപ്പോൾ, നമ്മൾ കുട്ടിയായിരുന്ന ആ ഒരു സിനാരിയോയിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്? നമ്മൾ കുട്ടികൾ പറയുന്ന വാക്കുകളൊക്കെ അല്ലേ? അതെ മാം, അതെ, മനസ്സിലായി.
താങ്ക് യു. അപ്പം എന്താണ് ഈ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്? അത് നമ്മുടെ കുട്ടികളെ ഷേപ്പ് ചെയ്യുന്നു. ഇറ്റ് ഷേപ്സ് ഹൗ ദ ചിൽഡ്രൻ സീ ദംസെൽസ്. അവരെ തന്നെ എങ്ങനെ കാണുന്നെന്നും എത്രത്തോളം കോൺഫിഡൻസ് അവരിൽ ഉണ്ടാവുന്നെന്നും അവരെങ്ങനെയൊക്കെ അത് മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ അവർ ആക്ച്വലി അവിടെ നിന്ന് പഠിക്കുകയാണ് ഈ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനിലൂടെ. ഇനി നമുക്കൊരു ചെറിയ വീഡിയോ ആയാലോ? എന്താ മാം? കേട്ടില്ല. ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ ആണ് പോസിറ്റീവ് ഓക്കെ. പേരന്റിങ്ങിനെ പറ്റി. 1000 ഈച്ചകളെ പിടിച്ചു കേൾക്കാവോ? ശേഷം 3 ദിവസം കാത്തു. സാധാരണ ഈച്ചകൾക്ക് 3 or 4 അടി ഉയരത്തിൽ ജമ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ 3 ദിവസത്തിന് ശേഷം ഈ അടപ്പ് തുറന്നപ്പോ ഈ ജാറിൽ അകപ്പെട്ട ഒരു ഈച്ച പോലും ആ ജാറിനേക്കാൾ ഉയരത്തിൽ ചാടിയിട്ടില്ല. ഏറ്റവും കൗതുകകരമായ ആ ജാറിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ജനിച്ച കേൾക്കുന്നില്ല. കാണുന്നില്ല ഈച്ചകൾ ഒരിക്കൽ പോലും ആ ജാർ കണ്ടിട്ട് പോലും പറ്റുന്നില്ല. എങ്ങനെയാണ് ഇത് Oh, സംഭവിച്ചത്? was it? Okay, I'm sorry. Let me try again. നമ്മുടെ മുൻ തലമുറ നമുക്ക് ഒന്നും കൂടി പകർന്നു ട്രൈ ചെയ്യൂ. വലിയ വലിയ Okay, സാധ്യതകളുമായിട്ടാണ് I will try ഒരു again. കുട്ടിയും വളരുന്നത്. പക്ഷെ ചുറ്റുമുള്ള മുതിർന്ന ആളുകൾ അവരുടെ സ്വപ്നങ്ങളെ പലപ്പോഴും പേടിപ്പിച്ച് നശിപ്പിച്ച് കളയുന്നു. ആക്ച്വലി അത് ആരുടെ പേടിയായിരുന്നു? അത് ഈ കുട്ടികളുടെ പേടി ഇപ്പൊ ആയിരുന്നില്ല. കാണാവോ? ഈ ചുറ്റുമുള്ള മുതിർന്ന ആൾക്കാരുടെ പേടിയും ആയിരുന്നില്ല. അവർക്ക് അവരുടെ മുൻ തലമുറ പകർന്നു നൽകിയ പേടിയായിരുന്നു ഈ കുഞ്ഞുങ്ങളിലേക്ക് അവർ പകർന്നു കൊടുത്തത്. അപ്പൊ ഞാൻ ഒന്നേന്ന് പ്ലേ ചെയ്യാം. ശേഷം 3 ദിവസം ഈച്ചകളെ പിടിച്ചൊരു ജാറിൽ അടച്ചു. ശേഷം 3 ദിവസം കാത്തിരുന്നു. സാധാരണ ഈച്ചകൾക്ക് 3 or 4 അടി ഉയരത്തിൽ ജമ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ 3 ദിവസത്തിന് ശേഷം ഈ അടപ്പ് തുറന്നപ്പോ ഈ ജാറിൽ അകപ്പെട്ട ഒരു ഈച്ച പോലും ആ ജാറിനേക്കാൾ ഉയരത്തിൽ ചാടിയിട്ടില്ല. ഏറ്റവും കൗതുകകരമായ കാര്യം ഇതല്ല, ആ ജാറിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ജനിച്ച കുഞ്ഞുങ്ങൾക്കും ഉയരത്തിൽ ചാടാൻ കഴിയുന്നില്ലായിരുന്നു. ആ കുഞ്ഞീച്ചകൾ ഒരിക്കൽ പോലും ആ ജാർ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുൻ തലമുറ നമുക്ക് പകർന്നു തരുന്നതാണ് ആയിത്തീരുന്നത്. വലിയ വലിയ സാധ്യതകളുമായിട്ടാണ് ഓരോ കുട്ടിയും വളരുന്നത്. പക്ഷെ ചുറ്റുമുള്ള മുതിർന്ന ആളുകൾ അവരുടെ സ്വപ്നങ്ങളെ പലപ്പോഴും പേടിപ്പിച്ച് നശിപ്പിച്ച് കളയുന്നു. ആക്ച്വലി അത് ആരുടെ പേടിയായിരുന്നു? അത് ഈ കുട്ടികളുടെ പേടി ആയിരുന്നില്ല. ഈ ചുറ്റുമുള്ള മുതിർന്ന ആൾക്കാരുടെ പേടിയും ആയിരുന്നില്ല. അവർക്ക് അവരുടെ മുൻ തലമുറ പകർന്നു നൽകിയ പേടിയായിരുന്നു ഈ കുഞ്ഞുങ്ങളിലേക്ക് അവർ പകർന്നു കൊടുത്തത്. ഓരോ കുട്ടിയും ജനിക്കുന്നത് 2 പേടികളുമായിട്ടാണ്. ഒന്ന് മുകളിൽ നിന്ന് താഴെ വീഴുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭയം, രണ്ടാമത്തത് ഉച്ചത്തിലുള്ള ശബ്ദങ്ങളോടുള്ള ഭയം. ബാക്കി എല്ലാ പേടികളും തന്നെ മറ്റുള്ളവര് പകർന്നു തരുന്നതാണ്. ഡാഡി ഇങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം, നീ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, നിനക്കത് സാധിക്കില്ല, ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട. ഇങ്ങനെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു സ്പോഞ്ച് പോലെ കുട്ടിക്കാലത്ത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കും. പിന്നീട് അത് നമ്മുടെ അടിസ്ഥാന വിശ്വാസവും പെരുമാറ്റവുമായിട്ട് അങ്ങ് മാറും. എന്നിട്ടോ അത് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. ലെറ്റ്സ് ബ്രേക്ക് ദി ചെയിൻ. ഇഷ്ടപ്പെട്ടോ വീഡിയോ? അയ്യോ. Yes, wonderful video. മാം. സോ അതാണ് നമ്മള് എന്ത് ചെയ്യുമ്പോഴാണ് കുട്ടികൾ നമ്മൾ അവരോട് പറയുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മുടെ വേർഡ്സ് എന്ന് പറയുന്നത് അവരുടെ ഇന്നർ വോയിസ് ആണ്. അവർക്ക് നമ്മൾ എന്തു പറയുന്നു ആസ് പേരൻസ് അവരത് വിശ്വസിക്കും. ചെറുതിലേ മുതല് അങ്ങനെയാണ് കുട്ടികളുടെ ബ്രെയിൻ ട്യൂൺഡ് ആയിട്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മളാണ് അവരുടെ പ്രൈമറി കെയർ ഗിവേഴ്സ് അല്ലേ. അവർക്ക് നമ്മൾ എന്തു പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ നമ്മളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് നമ്മൾ എന്തൊക്കെ ചെയ്യും നമ്മൾ കാണുന്നില്ലേ. നമ്മുടെ മക്കൾ തന്നെ പല കാര്യങ്ങളിലും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. നമ്മളുടെ മാനറിസംസ്, നമ്മളുടെ ചില നടക്കുന്ന ഒരിത്, ചിലപ്പം നമ്മൾ സംസാരിക്കുന്ന രീതി ആവാം. ഇതെല്ലാം നമ്മുടെ മക്കൾ ഒബ്സർവ് ചെയ്തിട്ടാണ് അവരത് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്താണ് അവരോട് പറയുന്നത് അതാണ് അവർ വിശ്വസിച്ച് തുടങ്ങുന്നത്. ഇനിയിപ്പം നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്താണ്? നമ്മുടെ വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ
അവരോട് സംസാരിക്കുന്നു എന്നുള്ളത്. പിന്നെ വരുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ എന്താണ് നമ്മളുടെ ജെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, നമ്മുടെ ടോൺ, നമ്മുടെ ഐ കോൺടാക്ട്, ഇതൊക്കെയാണ് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ദെൻ ദ ഫോർത്ത് വൺ ഇസ് ലിസ്ണിംഗ്. സോ ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസ്ണിംഗ് ഉണ്ട്. സോ എന്താണ് ഈ ആക്റ്റീവ് ലിസ്ണിംഗ്? നമ്മുടെ ഇപ്പം നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ കുട്ടി നമ്മളോട് വരുന്നു, നമ്മൾ ഫോണിലാണ്, ആ ഫോണ് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ കുട്ടിയെ അറ്റൻഡ് ചെയ്യുക, വേറെ ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ. അതാണ് ആക്റ്റീവ് ലിസ്ണിംഗ്. എന്നാൽ പാസീവ് ലിസ്ണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവിടെ കുട്ടി വരുന്നു, നമ്മൾ TV കാണാം, ആ ഓക്കെ, ആ ശരി, ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുമ്പം കുട്ടിക്ക് മനസ്സിലാവുന്നു കുട്ടിയിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. സോ ദാറ്റ് ഈസ് എ പാസീവ് ലിസ്ണിംഗ്. ദെൻ കംസ് ഇപ്പോഴത്തെ ഡിജിറ്റൽ ഏജിലും ഇപ്പോഴത്തെ, അത് കുറച്ചുകൂടെ ഒരു ഓൾഡർ ജനറേഷൻ ആണ്, റിട്ടൺ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു ടീനേജ് തൊട്ടൊക്കെ തുടങ്ങുന്ന കുട്ടികൾക്ക് വരുന്നതാണ് ആ റിട്ടൺ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. സോ നമുക്ക് എങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻസ്, ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഇഫക്റ്റീവ്ലി മുന്നോട്ട് കൊണ്ടുപോവാം? സോ ഫസ്റ്റ് ഇസ് ദ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞതുപോലെ വേർഡ്സ്, ആ വേർഡ്സ് ഹാവ് പവർ. ആ വേർഡ്സ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ, നമ്മൾ ആ പറയുന്ന എന്താണ് ആ കുട്ടി വിശ്വസിക്കുന്നു. സോ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനും ബ്ലെയിം ചെയ്യാനും പോകാതെ അവരെ നമ്മൾ എൻകറേജ് ചെയ്ത് നല്ല പ്രോപ്പർ ഗൈഡൻസ് കൊടുത്ത് നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ റൂം മെസ്സിയാണ്, അപ്പം നമ്മൾ എന്ത് പറയും? നിനക്ക് നിന്റെ റൂം എന്താ ക്ലീൻ ചെയ്ത് വെച്ചൂടെ, എപ്പോഴും ഇതിങ്ങനെ മെസ്സി ആണല്ലോ എന്ന് പറയുന്നതിന് പകരം ഞാൻ കാണുന്നു മോളുടെ റൂം കുറച്ച് മെസ്ഡപ്പ് ആയിട്ട് കിടക്കുന്നത്, മോൾക്ക് ടൈം കിട്ടുന്നില്ലല്ലേ, എന്നാൽ കുഴപ്പമില്ല, അമ്മ ഫ്രീ ആവുമ്പം നമുക്ക് ഒരുമിച്ച് അത് ക്ലീൻ അപ്പ് ചെയ്യാം, സോ നല്ല പോലെ നമുക്കത് ഒതുക്കി വെക്കാം. അങ്ങനെ പറയുമ്പം എന്താണ് കുട്ടിക്ക്, ഓക്കെ, എന്നെ അമ്മ വഴക്ക് പറഞ്ഞില്ല, ഹാഷ് വേർഡ്സ് യൂസ് ചെയ്തില്ല, പകരം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. സോ ഇവിടെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ടോൺ ആൻഡ് ഇമോഷൻസ്. അതായത് നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അത് കാം ആൻഡ് റെസ്പെക്ട്ഫുള്ളി നമ്മൾ പറയണം. മുമ്പ് നമ്മളോട് പഠിപ്പിച്ചത് എന്താണ്? മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുക. പക്ഷെ അങ്ങനല്ല. ഇപ്പം നമ്മൾ കുട്ടികളായിരുന്നാൽ പോലും, ഒരു കുഞ്ഞായിരുന്നാൽ പോലും അതിനെ നമ്മൾ റെസ്പെക്ട്ഫുള്ളി വേണം ട്രീറ്റ് ചെയ്യാൻ. ബിക്കോസ് എവറി ഹ്യൂമൻ ബീയിങ് ഓർ എനി ലിവിങ് ബീയിങ് ഡിമാൻഡ്സ് റെസ്പെക്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പം നമ്മൾ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഷൗട്ട് ചെയ്യാണ്, കുട്ടി കരയുന്നു, ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു സ്റ്റോപ്പ് ക്രൈയിങ് റൈറ്റ് നൗ എന്നൊക്കെ പറയുമ്പം കുട്ടി അവിടെ എന്താ പേടിക്കുകയാണ്, അയ്യോ അമ്മയുടെ സൗണ്ട് കൂടി, അതേ കണ്ണെല്ലാം പോപ്പ് ചെയ്ത് വന്നു, അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ്, മുഖമൊക്കെ ചുമന്നു. സോ കുട്ടി അത് മനസ്സിലാക്കുന്നുണ്ട്, അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ ടോണ് വരുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താ പറയാ, നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് അവരോട് അത് എംപത്തറ്റിക്കലി ഡീല്. എന്താ മോന് കരയുന്നത്, അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാമോ, അപ്പോഴല്ലേ അമ്മയ്ക്ക് അറിയുള്ളൂ മോൻ എന്തിനാ കരയുന്നെന്നുള്ളത്. സോ അവിടെ നമ്മൾ കുട്ടികളോട് യെല്ല് ചെയ്ത് ഷൗട്ട് ചെയ്ത് ചെയ്യുന്നതിന് പകരം നമ്മുടെ ടോണ് താഴ്ത്തി അവരോട് ചെന്ന് എംപത്തറ്റിക്കലി അവരുമായിട്ട് ഡീല് ചെയ്യുക. ആൻഡ് ദെൻ കംസ് ദ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിലെന്താണ് നമ്മൾ പറഞ്ഞതുപോലെ ബോഡി ലാംഗ്വേജ്. പിള്ളേർ നമ്മുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ശ്രദ്ധിക്കും. അപ്പം നമ്മൾ ദേഷ്യം വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫേസ് ടൈറ്റൻ അപ്പ് ആവുന്നു, റെഡ് ആവുന്നു, കണ്ണ് പോപ്പ് ഔട്ട് ചെയ്യുന്നു, ഇതെല്ലാം കുട്ടികൾ ഒബ്സർവ് ചെയ്യാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈയൊക്കെ കെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ അടിക്കാൻ പോകുന്ന പോലെയൊക്കെ നമ്മൾ കാണിക്കാറില്ലേ? നെഗറ്റീവായിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അത് നമ്മുടെ കുറ്റമല്ല, ബിക്കോസ് വി ഹാവ് നോട്ട് ബീൻ ട്രെയിൻഡ് ഹൗ ടു ഡു ദിസ് പോസിറ്റീവ് വേ ഓഫ് പേരന്റിങ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ കുട്ടി അല്ലാതെ ടാൻട്രം കാണിക്കുന്നു, ആ സമയത്ത് നമ്മൾ ഇപ്പം കുട്ടി നോക്കുമ്പോൾ നമ്മൾ ടോൾ ആൻഡ് ഹ്യൂജ് ആണ്, നമ്മൾ കുട്ടിയുടെ ഐ ലെവലിലോട്ട് പോവുക, എന്നിട്ട് കണ്ണുകളിലോട്ട് നോക്കുക, എന്നിട്ട് കുട്ടിയോട് ഐ കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ട് പതിയെ കുട്ടിയുടെ കയ്യിൽ ജെന്റ്ലി പിടിച്ചിട്ട് ചോദിക്കാം, മോൻ എന്തിനാ കരയുന്നത്, അമ്മ എന്താ ചെയ്ത് തരണം മോന്റെ കരച്ചിൽ മാറ്റാനായിട്ട് എന്ന് പറഞ്ഞ് കുട്ടിയോട് കാമായിട്ട് സംസാരിക്കുക.
അപ്പം കുട്ടിക്ക് മനസ്സിലാവും ദാറ്റ് എൻ്റെ ഇമോഷൻസ് ഞാൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ അമ്മ എന്നെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടിയും പഠിക്കുകയാണ് എന്ത്, അതായത് എങ്ങനെ എൻ്റെ ഇമോഷൻസ്, എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ഇതേപോലെ കാമായി ചെയ്യണമെന്ന്, ഇതൊക്കെ കുട്ടി പഠിക്കുകയാണ് നമ്മളിൽ നിന്ന്. പിന്നെ വരുന്നതാണ് ലിസ്ണിങ്. അപ്പം ഈ ലിസ്ണിങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്റ്റീവ് ലിസ്ണിങ്ങും പാസീവ് ലിസ്ണിങ്ങും ഉണ്ട്. ഇവിടെ നമ്മൾ അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുത്ത് അവർ പറയുന്നത് എന്താണ് എന്ന് കേൾക്കുക. ഒരു സിനാരിയോ എടുത്താൽ കുട്ടി സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, എനിക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ട. അപ്പം അച്ഛൻ പെട്ടെന്ന് പറയുന്നു, എന്താ നിനക്ക് സ്കൂളിൽ പോകണ്ടാത്തത്, ചുമ്മാ വേഷം കെട്ടെടുക്കല്ലേ, പെട്ടെന്ന് ഒരുങ്ങി സ്കൂളിലോട്ട് പോകാൻ നോക്ക് എന്ന് പറയുന്നു. അവിടെ ഡിസ്മിസ് ചെയ്യുന്നു കുട്ടിയുടെ ഫീലിങ്സിനെ എല്ലാം. പക്ഷേ അതിന് പകരം നമ്മളെ കുട്ടിയോട് ചോദിക്കുക, എന്ത് പറ്റി ഇന്ന് നിനക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്തത്, എന്തേലും പ്രശ്നമുണ്ടായോ, ടീച്ചർ എന്തേലും വഴക്ക് പറഞ്ഞോ മോനെ, എന്തേലും കാര്യം പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് ഫീൽ ചെയ്യും, ഓക്കെ എനിക്കൊരു ഇഷ്യൂ ഉണ്ട്, എൻ്റെ അച്ഛനും അമ്മയോടും ഞാൻ പറഞ്ഞാൽ അവരത് കേൾക്കും. സോ അവിടെ നമ്മൾ ആ അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുത്ത് ലിസൺ ചെയ്യുമ്പോൾ കുട്ടിയും പഠിക്കുകയാണ്. നാളെ ഒരു പ്രോബ്ലം വരുമ്പോൾ കുട്ടിക്ക് വന്ന് പറയാൻ അച്ഛനും അമ്മയും ഉണ്ട്. അതുപോലെ തന്നെ കുട്ടി വളർന്നു വരുമ്പോഴും മനസ്സിലാക്കുന്നു, എൻ്റെ പ്രോബ്ലംസ് അവർ കേട്ടു, ഇനി ഞാൻ മറ്റുള്ളവരുടെ പ്രോബ്ലംസും കേൾക്കണമല്ലോ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. പിന്നെ the last one is the written or the digital communication. ഈ ഞാൻ പറഞ്ഞതുപോലെ ടീനേജേഴ്സ് ആണ് ഇപ്പം ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും ഇതുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. മൊബൈൽ ഫോൺസ് ഇല്ലാത്ത ടീനേജേഴ്സ് ഇല്ല അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ തന്നെ എല്ലാവർക്കും മൊബൈൽ ഫോൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ ഡിജിറ്റൽ അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, മോസ്റ്റ്ലി ടീനേജേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരധികം എക്സ്പ്രസീവ് അല്ല. ദേ ആർ വിതിൻ ദംസെൽസ്, ലൈക്ക് യുനോ അവർക്ക് അവരുടെ ഫ്രണ്ട്സ് ആണ് അവരുടെ ലോകം. വീട്ടിൽ വന്നാൽ അധികം സംസാരിക്കുകയോ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയോ ഒന്നുമില്ല. ബിക്കോസ് അവരുടെ ഗ്രോയിങ് അപ്പ് ഫേസ് ആണ് അത്. നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനുള്ള സ്പേസ് കൊടുക്കുക. അപ്പം കുട്ടി അപ്സെറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം സംസാരിക്കാൻ സമ്മതിക്കുന്നെങ്കിൽ വി ക്യാൻ ജസ്റ്റ് സെൻഡ് എ മെസ്സേജ് സെയിങ് ദാറ്റ്, മോളെ ഞാൻ കണ്ടു നീ വന്നപ്പോൾ നിനക്ക് ഇച്ചിരി എന്തോ നിന്റെ മുഖം മാറിയിരിക്കുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നി. അപ്പം മോള് എന്തേലും ഉണ്ടോ, സ്കൂളിൽ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, യു ക്യാൻ മെസ്സേജ് മീ ബാക്ക് ഇഫ് യു ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ടെൽ മീ. അപ്പൊ അത് നമ്മളൊരു ഓപ്പൺ ചാനൽ അവിടെ കൊടുക്കുകയാണ്. അതേപോലെ നമുക്ക് ചെറിയ നോട്ട്സ്, വേർഡ്സ് ഓഫ് എൻകറേജ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇവിടെ എൻ്റെ വീട്ടിലെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ വേ ഓഫ് എക്സ്പ്രസിങ്, എൻ്റെ ചെറിയ മോളുടെയും വേ ഓഫ് എക്സ്പ്രസിങ് റൈറ്റിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട്സ് എഴുതും. ഞാൻ എന്തെങ്കിലും കണ്ട് അപ്സെറ്റ് ആവുകയാണെങ്കിൽ എനിക്കത് ദേഷ്യപ്പെട്ട് പറയാനുള്ളത് എനിക്ക് ഇഷ്ടമല്ല. സോ ദേഷ്യപ്പെടത്തില്ല എന്നല്ല, പക്ഷെ എപ്പോഴും ദേഷ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എഴുതും. ഞാൻ പറയും, ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്, എന്താണ് അതിന്റെ റീസൺ എന്ന് മുഴുക്ക് പറയാവോ. സോ അത് അവള് തിരിച്ചെനിക്ക് റിപ്ലൈ തരും, ഇതുകൊണ്ടാമമ്മ ഞാൻ ഇങ്ങനെ ചെയ്തത്. സോ അവിടെ നമ്മളൊരു ഓപ്പൺ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. അവരുടെ ലവ് ലാംഗ്വേജ് എന്താണ്, അവരുടെ ഈസി വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് മുന്നോട്ട് അവരെ ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം നമ്മൾ ചിലപ്പം എക്സാമിന് മുമ്പ് നമുക്ക് അവർക്കൊരു മെസ്സേജ് അയക്കാം, ഓ ഐ സോ യു വർ സ്റ്റഡിങ്, ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാം. സോ അത് അവരുടെ ഡേ ബ്രൈറ്റൻ അപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾക്ക് വേണമെങ്കിൽ ഇത് നെഗറ്റീവ് വേയിൽ യൂസ് ചെയ്യാം. എങ്ങനെയാ സെൻഡിങ് എ മെസ്സേജ്, കീപ് യുവർ റൂം ടൈഡി, ഡോണ്ട് സിറ്റ് സിംപ്ലി ആൻഡ് സ്ക്രോൾ ഓൺ യുവർ ഫോൺ. ഇതൊക്കെ പറയുമ്പോൾ എന്താണ്, പ്രത്യേകിച്ച് ടീനേജേഴ്സിനോടാണ് നമ്മളത് സംസാരിക്കുന്നത്. അവർക്ക് ഇഷ്ടമല്ല. ഓർഡറിങ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കി അവരോട് ഡീൽ ചെയ്യേണ്ടത്, ഓരോരുത്തരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി കുറച്ച് പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും പേരൻസ് ഒക്കെയാണ്. സോ എങ്ങനെ അതൊരു പ്രാക്ടിക്കലി നമുക്കത് പോസിബിൾ ആക്കാം എന്നുള്ള കുറച്ച് പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ബി എ ഗുഡ് ലിസണർ. ഇപ്പൊ നമ്മൾ ആക്റ്റീവ് ലിസണിങ് പറഞ്ഞു അല്ലേ നേരത്തെ. ആക്റ്റീവ് ലിസണിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ഫുൾ അറ്റൻഷൻ കൊടുത്ത്
അവര് പറയുന്ന അവരുടെ ഇമോഷൻസിനെ ഫീലിങ്സിനെ ഒക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്ത് അവരുമായിട്ട് ഇരുന്ന് ആ ഒരു കാര്യം കേൾക്കുക എന്നുള്ളത്. അപ്പം അവരൊരു കാര്യം പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഓ, ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വാസ് ഹാർഡ് ഫോർ യു. എന്താണ് നിനക്കപ്പം ഫീൽ ചെയ്തത്? നിനക്ക് വിഷമമായോ? ഇങ്ങനെയൊക്കെ അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് തിരിച്ച് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ, നമ്മൾ അത് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ദ സെക്കൻഡ് ഇസ് യൂസ് ഐ സ്റ്റേറ്റ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് യു. അതായത് യു എന്ന് നമ്മൾ പറയുമ്പം ഇറ്റ് ഇസ് ഓട്ടോമാറ്റിക്കലി ബ്ലെയിമിങ് സംബഡി, റൈറ്റ്? അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യു പറയുമ്പോൾ. നമ്മളോട് തന്നെ നീ അങ്ങനെയല്ലേ, നിനക്ക് ഇങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ നമുക്കും ഇഷ്ടപ്പെടില്ലല്ലോ. ബിക്കോസ് യു അല്ലെങ്കിൽ നീ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് എ ബ്ലെയിം ഗെയിം. സോ നമ്മൾ എസ്പെഷ്യലി ഇത് നമ്മൾ കുട്ടികളോട് ഡീല് ചെയ്യുമ്പോൾ, ടീനേജേഴ്സ് ആണ് സ്പെഷ്യലി, അവർക്ക് ഇഷ്ടമല്ല അവരെ ബ്ലെയിം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പറയാണ് യു നെവർ ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ കുട്ടി അവിടെ ഷട്ട് ഡൗൺ ആവും. ഓക്കെ, ഐ നെവർ ലിസൺ ടു ഹർ, സോ ഇറ്റ്സ് ഫൈൻ എന്ന് വിചാരിക്കും. പക്ഷെ അതിന് പകരം നമുക്ക് പറയാം, എനിക്ക് വിഷമമുണ്ട്, ഞാൻ ഒരു കാര്യം പറയുമ്പോൾ മോൾ അത് കേൾക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എങ്ങനെയാണ് എനിക്കത് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പം നിനക്കൊരു വിഷമം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അറിയണം. എങ്ങനെയാണ് നമുക്കത് അമിക്കബിളി കൊണ്ടുപോവാൻ പറ്റുക? അതായത് എനിക്ക് വറിയുണ്ട് അങ്ങനെ എന്നോട് മിണ്ടാതിരിക്കുന്നതിൽ, ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല, നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ വിഷമമാണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതായത് ബ്ലെയിം ഇല്ലാതെ. തേർഡ് ഇസ് എൻകറേജ് ആൻഡ് ഡോണ്ട് ലേബൽ ദം. അതായത് അവരെന്തൊക്കെ ചെയ്താലും നമ്മൾ അവരെ കോൺസ്റ്റന്റ്ലി എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. ചുമ്മാ ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ, ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ പോലും നമ്മൾക്ക് ആ കുട്ടിയെ എൻകറേജ് ചെയ്യാം. ഓക്കെ മോളെ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഇന്ന് ആ ഗസ്റ്റ് വന്നപ്പോൾ അമ്മ പറയുന്നതിന് മുമ്പ് തന്നെ മോള് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തല്ലോ, ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്. ഇപ്പൊ കുട്ടികൾ തമ്മിൽ ടോയ്സോ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നില്ല, അപ്പൊ നമ്മൾ അവിടെ എന്താ അവരെ ബ്ലെയിം, അല്ലെങ്കിൽ നീ സെൽഫിഷ് ആണ്, നീ ഒന്നും ഷെയർ ചെയ്യത്തില്ല, ഇങ്ങനെ പറയുന്നതിന് പകരം കുട്ടികളോട് തമ്മിൽ ഓക്കെ, ഈ ടോയ് അവൻ ഒരു ഹാഫ് ആൻ അവർ കളിച്ചോട്ടെ, കളിച്ചിട്ട് തിരിച്ചു മൂന്ന് തരും, ഇല്ലെങ്കിൽ അമ്മ വാങ്ങിത്തരാം. മറ്റേ കുട്ടിയോടും പറയാം, ഇത് അവന്റെ ടോയ് ആണ്, അവൻ നിനക്ക് 30 മിനിറ്റ്സ് കളിക്കാൻ തന്നേക്കാണ്, അപ്പൊ അത് കളിച്ച് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുമ്പം കുട്ടികൾക്ക് അവിടെ ആ ഒരു ഷെയറിങ് പ്രോബ്ലമായി വരുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ഒരു ഇതെന്ന് വെച്ചാല് അവിടെ നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നില്ല, അവരെ ബ്ലെയിം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അവരവിടെ ഒരു ഷെയറിങ് മെന്റാലിറ്റിയും അവിടെ ആ കുറച്ചുകൂടെ ഈസി ആയിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ദ ഫോർത്ത് ഇസ് വാലിഡേറ്റിംഗ് ദ ഫീലിങ്സ്. അതായത് കുട്ടി നമ്മളോട് ഒരു കാര്യം വന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കുട്ടിയുടെ പ്ലേ ടൈം തീരാറായി, കുട്ടി അപ്സെറ്റ് ആണ്, ഇപ്പൊ രാത്രിയായി, പ്ലേ ടൈം കഴിയാറായി. അപ്പൊ കുട്ടിയോട് നമ്മൾ പറയാ, പോയി കിടക്ക്, നിന്റെ സമയമൊക്കെ കഴിഞ്ഞു, ഒത്തിരി ഇതായി, പോയി കിടന്നേ, ഇനിയിപ്പം മതി കളിച്ചതൊക്കെ. അങ്ങനെ പറയുന്നതിന് പകരം എനിക്കറിയാം നീ നല്ല ഇഷ്ടത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയ്ക്കാണ് നിനക്ക് ഇപ്പം ഈ ടൈം ആയത്, അല്ലെങ്കിൽ പഠിക്കാൻ സമയമായത്. നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം കളിക്കാം, ഓക്കെ എന്ന് പറഞ്ഞ് അത് ഒരു പോസിറ്റീവ് വേയിൽ കൊണ്ടുപോവുക. ദെൻ ദ ഫിഫ്ത്ത് സെറ്റ് ബൗണ്ടറീസ് വിത്ത് റെസ്പെക്ട്. അതായത് നമ്മൾ ഫേം ആയിരിക്കണം. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ യെസ് പറഞ്ഞു കൊടുക്കുകയല്ല, പല കാര്യങ്ങളും നമ്മൾ അവരുമായിട്ട് ഡിസഗ്രി ചെയ്യാം, പക്ഷേ സെറ്റ് ബൗണ്ടറീസ് വിത്ത് റെസ്പെക്ട്. അതായത് നമ്മൾ ഫേം ആയിട്ടും കൈൻഡ് ആയിട്ടും അവരോട് കാര്യങ്ങൾ പറയുക. ഇപ്പം കുട്ടിയുടെ സ്ലീപ്പ് ടൈം ആയി, കുട്ടി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പം നമ്മൾ പറയാണ്, പോയി കിടന്നുറങ്ങിയേ, ലേറ്റ് ആയി, മതി കണ്ടത് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അവിടെ യുനോ പെട്ടെന്ന് അവർക്കൊരു ദേഷ്യം വരും. അതായത് ഇൻട്രസ്റ്റോടെ കണ്ടുകൊണ്ടിരിക്കുന്നതാ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് ഇവിടെ കൊണ്ടുവരാം? അയ്യോ മോളെ, ഇത് ബെഡ് ടൈം ആയല്ലോ, ഓക്കെ കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ്സ് കൂടെ മോള് വാച്ച് ചെയ്തോളൂ, ബൈ ദാറ്റ് ടൈം
ഗെറ്റ് റെഡി ടു ഗോ ടു ബെഡ്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവർക്ക് കുട്ടിക്ക് ഒരു ചോയ്സും കൂടെ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ ഇറിറ്റേറ്റഡ് ആവുന്നില്ല, നമ്മൾ അവിടെ വേണ്ടാത്ത ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പോസിറ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം കുട്ടികൾ എന്താ അതെന്ന് പഠിക്കുന്നത്, നമ്മൾ മോഡൽ ചെയ്യുന്ന ബിഹേവിയർ, അവിടെ ആ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ്ഫുൾനെസ് നമ്മൾ അവിടെ കാണിക്കുമ്പോൾ കുട്ടികൾ അത് പഠിക്കുകയാണ്. അതായത് എനിക്കും എൻ്റെ ലൈഫിൽ ഇതൊക്കെ ചിലപ്പോൾ അവർ അപ്പം മനസ്സിലാക്കത്തില്ല, പക്ഷെ വളർന്നു വരുമ്പോൾ നമ്മൾ ഇത് പറയുന്നത് അത്ര ഈസി അല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഐ നോ ഇറ്റ് ഈസ് നോട്ട് എ വെരി ഈസി തിങ്. നമ്മൾ ഇത് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പ് അറ്റ് എ ടൈം നമ്മൾ ചെയ്താൽ അത് ആക്ച്വലി ക്യാൻ ഹാവ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഇപ്പം ഞാൻ പേരൻറ് കോച്ചിങ് എടുത്തു, എൻ്റെ വീട്ടിൽ കുറേ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നത് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി എൻ്റെ വീട്ടിൽ. അപ്പൊ അത് എനിക്കറിയാം, ഇറ്റ് വാസ് നോട്ട് എൻ ഓവർനൈറ്റ് ജേർണി, ഇറ്റ് വാസ് ഒരു 1 ഇയറിന്റെ ജേർണിയാണ്. പക്ഷേ ഇപ്പോൾ അത് കാരണം എനിക്കറിയാം എനിക്കും എൻ്റെ മക്കൾക്കും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഞാൻ മൈൻഡ്ഫുൾ ആണ്. അവരൊരു കാര്യം പറയുമ്പോൾ എങ്ങനെ അവർ ലിസൺ ചെയ്യാനും അവരോട് തിരിച്ച് എങ്ങനെ റിപ്ലൈ ചെയ്യാം, ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്കൊരിക്കലും ഇത് ഈസി അല്ല. കാര്യം നമ്മളെ ആരും പേരന്റിങ് പഠിപ്പിച്ചിട്ടല്ല ഇങ്ങോട്ട് വിട്ടത്, അല്ലേ? നമ്മുടെ പേരൻസും നമ്മുടെ സിബ്ലിങ്സും നമ്മുടെ ആന്റിമാരും അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ചെയ്ത ആ പേരന്റിങ്ങും പിന്നെ പലപ്പോഴും പല സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ കണ്ട പേരന്റിങ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ആ രീതിയിലാണ് പേരന്റ് ചെയ്യുന്നത്. പക്ഷെ ഈ പേരന്റിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ നർച്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ പേരന്റിങ് എന്താണെന്ന് അറിയണം, നമ്മൾ എഫേർട്ട് എടുക്കണം. കേട്ടിട്ടില്ലേ, നോ പെയിൻ നോ ഗെയിൻ. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ എഫേർട്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനും കൈൻഡ്നെസ്സും റെസ്പെക്റ്റും ഇങ്ങനെയൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ വി ക്യാൻ റേസ് ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്സ്. അതിന് യാതൊരു വ്യത്യാസവും ഇല്ല. കാര്യം നമ്മുടെ മക്കള് നമ്മളെ കണ്ടാണ് വളരുന്നത്. അവര് സ്പോഞ്ചസ് ആണ്, ദേ അബ്സോർബ് എവ്രിതിങ് ദാറ്റ് ആൻഡ് ദേ കോപ്പി അസ്. എന്നുവെച്ചാൽ നമ്മളുടെ ടോണ്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ബിഹേവിയർ, ഇതെല്ലാം അവർ വാച്ച് ചെയ്യുന്നു. വാച്ച് ചെയ്തിട്ട് അവർ അത് കണ്ട് ഓക്കെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇങ്ങനെയാണ്, സോ ഞാനും ഇതാണ്. സോ നമ്മളാണ് അവരുടെ റോൾ മോഡൽ. ആ റോൾ മോഡൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളുടെ ബിഹേവിയർ ആ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്താൽ മാത്രമേ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ നെഗറ്റീവ്സ് സംസാരിക്കാതെ മാക്സിമം ട്രൈ ചെയ്ത് ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യും, ഓക്കെ എൻ്റെ കുട്ടിയുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ എനിക്ക് എങ്ങനെയൊക്കെ ആ കുട്ടിയുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ വേർഡ്സ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. ബിക്കോസ് യുവർ വേർഡ്സ് ഹാവ് പവർ ആൻഡ് ഇറ്റ് ക്യാൻ മേക്ക് യുവർ ചൈൽഡ് ആസ് വെൽ ആസ് ബ്രേക്ക് യുവർ ചൈൽഡ്. So today I'm ending this session with a question for all of you to think about. What kind of a parent you choose to be? നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു പേരന്റ് ആവാനാണ് ഇഷ്ടം? A parent who choose to make a child or a parent who choose to break a child? അത് നിങ്ങളുടെ തോട്ടിനുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു പേരന്റ് ആവണം എന്നുള്ളത് is up to you to decide. സോ ഇന്ന് നിങ്ങളുടെ എല്ലാ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ താങ്ക് യു സോ മച്ച്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു വർക്ക്ഷീറ്റ് ജാസ്മിൻ മാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഒരു വർക്ക്ഷീറ്റ് അത് ഫോർ നിങ്ങളുടെ ഓൺ സെൽഫ് റിഫ്ലക്ഷൻ ആണ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോസിറ്റീവ് പേരന്റിങ് അല്ലെങ്കിൽ ഈ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ബേബി സ്റ്റെപ്സ് നമ്മുടെ കുട്ടികൾ എടുക്കില്ലേ, 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം, അത്ര മതി. ഒരു ദിവസം എനിക്ക് എന്ത് പറ്റും, ഇന്ന് ഞാൻ എന്ത് നല്ല വാക്കാണ് എൻ്റെ കുട്ടിയോട് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളും
വേണ്ടാത്ത എന്തെങ്കിലും വാക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നിർത്താൻ പറ്റുമോ? സോ അത് നമ്മളുടെ ചോയ്സ് ആണ്, നമ്മൾ എന്ത് ചൂസ് ചെയ്യണം. ഇത് എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് പറ്റില്ല. ബിക്കോസ് വി ആർ ഹ്യൂമൻസ് ആൻഡ് നമ്മൾ കണ്ടീഷൻഡ് ഓർ ട്രെയിൻഡ് ആയിട്ട് വന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ തന്നെ സെൽഫായിട്ട് റിഫ്ലക്ട് ചെയ്ത് ആ വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഒരു 1 വീക്ക് ഒരു കാര്യം ചെയ്യൂ, നെക്സ്റ്റ് വീക്ക് അടുത്ത കാര്യം ചെയ്യൂ. സോ നിങ്ങൾ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് വരുമ്പോൾ you will see positive changes in your homes. So thank you all. Thank you so much for your lovely participation. Thank you for being, helping me to do this session, and all your support and encouragement really matters a lot, and I hope I could add value to this. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഐ എം ഓപ്പൺ ഫോർ ദാറ്റ്. എന്തെങ്കിലും ഫീഡ്ബാക്ക്, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം റെഡിയാണ്. നല്ല ക്ലാസ് ആയിരുന്നു മാം, സൂപ്പർ ക്ലാസ് ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഫസ്റ്റത്തെ ആ ഒരു എന്താ പറയാ, ആ ഒരു ചൈൽഡ്ഹുഡിലോട്ട് പോണ ആ സംഭവമൊക്കെ സൂപ്പർ ആയിരുന്നു. എല്ലാ വീഡിയോ പ്രസന്റ് ചെയ്തതും എല്ലാ പോയിന്റ്സ് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിൾ ആയ കാര്യങ്ങളായിരുന്നു. മാം നന്നായി പ്രസന്റ് ചെയ്തു. സമയം പോയത് അറിഞ്ഞില്ല സത്യത്തിൽ. Thank you, Jishla ma'am. Thank you so much, ma'am. It was an amazing and effective session, And ma'am, video ഒന്ന് share ചെയ്യാമോ ഗ്രൂപ്പിൽ? ഷെയർ ചെയ്യാലോ, നോ പ്രോബ്ലം. Okay, ma'am. Thank you so much. Actually, ഞാൻ ജിഷ ma'am ടൈം പറഞ്ഞതുപോലെ ഇല്ലാത്തത് കൊണ്ടാണ് 4 time വീഡിയോസ് പോയത്. ഞാൻ പ്ലേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ എല്ലാം പോയിന്റ്സ് പറഞ്ഞു വരുമ്പോഴേക്കും തീരാത്തത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോസ്, there were some other videos also, I couldn't play that. Okay, ma'am. Thank you so much. Thank you. ഓക്കെ, ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ, എനിക്ക് അതൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. പ്ലേ ചെയ്തോട്ടെ മാം? ഓക്കെ ചെയ്തോളൂ. ഈ പിള്ളേരെല്ലാവരും തന്നെ ഇത് parents ന്റെ കേൾക്കുന്നുണ്ടോ? validation, ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ അമ്മേ, അല്ലേ അച്ഛ കാണുന്നുണ്ടോ? എന്നൊക്കെ ചോദിക്കുന്ന ഒരു കേൾക്കാം, പ്രായമാണ്. കാണുന്നില്ല. കേൾക്കുന്നു, കാണുന്നില്ല. അമ്മേ അമ്മ എന്ന് Okay, പറഞ്ഞിട്ട് okay. പുറകെ പോകുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ അമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നവരാണ്, അച്ഛന്മാരൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. ഇപ്പൊ കാണാവോ? കഴിയുമ്പോഴത്തേക്കും വാട്സപ്പ്, ഫേസ്ബുക്ക്, Yes. എല്ലാവരും തന്നെ കാണാവോ? പാരന്റ്സിന്റെ വാലിഡേഷൻ, ഞാൻ Yes. ചെയ്യുന്നത് Yes. ശരിയല്ലേ അമ്മേ, അല്ലേ അച്ഛ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്രായമാണ്. ആ സമയത്ത് അവരിങ്ങനെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോകുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ അമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നവരാണ്, അച്ഛന്മാരൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വാട്സപ്പ്, ഫേസ്ബുക്ക്. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും പലരുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായി. ഇപ്പൊ ഫോണുണ്ട് എല്ലാവരുടെ കയ്യിലും, പിള്ളേരുടെ കയ്യിലും ഉണ്ട്. ഈ അമ്മമാരും അച്ഛന്മാരും വീട്ടിൽ വരുന്നവരെ കാത്തിരിക്കുന്ന കുഞ്ഞു പിള്ളേര് അവരാഗ്രഹിക്കുന്നത് അവരുടെ സ്കൂളുകളിൽ അവരെന്തൊക്കെ ചെയ്തു, അവരെന്തൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, അതൊക്കെ അവരവരുടെ അമ്മയോടും അച്ഛനോടും പറഞ്ഞ ആ ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് എന്തുവാ? അച്ഛന്മാരും അമ്മമാരും വീട്ടിൽ വരുന്നു, ഫോണിൽ കുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ TV കാണുന്നു. അങ്ങ് മാറി നിൽക്ക് ചെറുക്ക, അല്ലെങ്കിൽ അങ്ങ് മാറി നിൽക്ക് പെണ്ണെ, ഞാൻ ഇതൊന്ന് ചെയ്തോട്ടെ, ഇതൊന്ന് കണ്ടോട്ടെ. അത് അവർക്ക് കൂടുതലും വരുവാണ് സോഷ്യൽ മീഡിയ കാണണം എന്നുള്ള ഒരു നമ്മള് സ്ലാങ്ങില് പറയുന്ന തൊര വരുവാ. അപ്പൊ ഞാൻ കൂടുതലും ഒബ്സർവ് ചെയ്യുന്ന ഒരു ഫാക്ട് ആണ്, പേരൻസിന്റെ നെഗ്ലിജൻസ് മൂലമാണ് ചൈൽഡ്ഹുഡും ടീനേജേഴ്സിന്റെ ആ ഒരു അഡോളസെന്റ് പീരീഡ് വെറുതെ ഇങ്ങനെ പാഴായി പോകുന്നത്. So that was a real life thing. So അതെനിക്ക് പ്ലേ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. So
യുനോ ആ ഒരു ചൈൽഡിന്റെ ഉള്ളിൽ നിന്ന് തട്ടി പറയുന്നതാണ് അല്ലെ, നമുക്കത് കേട്ടില്ലേ, മനസ്സിലായില്ലേ, ആ കുട്ടി ശരിക്കും ഉള്ളെന്ന് പറയുന്നതാണ്. സോ ഇതേപോലെ ആവാം നമ്മുടെ വീട്ടിലും കുട്ടികൾ, ദേ മൈറ്റ് ബി വാണ്ടിങ് ടു ടോക്ക് ടു അസ്, ടു ഓപ്പൺ അപ്പ്. അപ്പൊ നമ്മൾ അവർക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു പേരന്റ് ചൈൽഡ് ബോണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ബിക്കോസ് ആ ചൈൽഡ്ഹുഡിൽ എസ്പെഷ്യലി നമ്മൾ അവരെ റേസ് ചെയ്യുന്നത് ആ ഒരു 12 ഇയേഴ്സ് വരെ അത് ക്രൂഷ്യൽ ആണ്. അപ്പൊ ആ ടൈമിലുള്ള കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് എടുത്താൽ they'll grow up to be beautiful human beings. അപ്പം everybody, all my team members, I would request you, please try it. ആ ഒരു വർക്ക്ഷീറ്റ് തന്നതിൽ നിങ്ങൾ ഒരു കാര്യം ഒരാഴ്ച ചെയ്താൽ മാത്രം മതി. I'm sure you can have amazing changes in your family. Thank you so much. Thank you. And Winville Yes. Academy ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു മലയാളം സെഷൻ എടുപ്പിക്കാൻ എൻ്റെ ജാസ്മിൻ മാമും ഫൈസൽ സാറും ഒക്കെ എൻ്റെ ടീം മെമ്പേഴ്സും ഒക്കെ തന്നൊരു സപ്പോർട്ട്, ഐ കൻ നെവർ ഫർഗെറ്റ് ദാറ്റ്. And I'm really, really proud to be a member of this, Winville Academy, where I could break my limiting belief that, എനിക്ക് മലയാളം പറ്റില്ല എന്നുള്ളത്, അതിൻ്റെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തു. I'm really happy and proud to be part of this Winville Academy. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ സെഷൻ. Thank you, അതിനപ്പുറത്തേക്ക് everyone. മറ്റൊരു കാര്യം പറയാനുള്ളത്, യു ആർ എ റിയൽ കോച്ച്, യു ആർ എ റിയൽ പാരന്റിങ് കോച്ച്. ഈ പാരന്റിങ് കോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തിയറി ഇങ്ങനെ വിളമ്പുക എന്നതിനപ്പുറത്തേക്ക് നമ്മള് കുറെ അധികം ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മെസ്സേജസ് അല്ലെ, അത് വീഡിയോസിലൂടെ തന്നെ പ്ലേ ചെയ്തു. അതായത് ഇവിടെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. കാഴ്ചയിലൂടെ ഗ്രഹിക്കുന്നവരുണ്ട്, കാഴ്ചയിലൂടെ അബ്സോർബ് ചെയ്യുന്നവരുണ്ട്, കേൾവിയിലൂടെ അബ്സോർബ് ചെയ്യുന്ന, എല്ലാവരെയും കൂടി കോർത്തിണക്കിക്കൊണ്ട് ആ വീഡിയോയും കാണിച്ചു, അതിനെ പറ്റിയിട്ടൊരു മെസ്സേജും തന്നു. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അതിനപ്പുറത്തേക്ക് മാം നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാനും വർക്ക് തരാണ്. അത് നിങ്ങൾ ചെയ്യണം. ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു അത് ചെയ്തതിന് ശേഷമുള്ള ഫീഡ്ബാക്കുകൾ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം. സത്യത്തിൽ ആ ഫീഡ്ബാക്ക് ആണ് ഈ മാമിന്റെ ഈ 1 hour സെഷൻ കൊണ്ട് മാമിന് കിട്ടുന്ന ആ ഒരു റിവാർഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ കഴിയണം. എനിക്കും നിങ്ങൾക്കൊക്കെ അത് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം നമുക്ക് പലപ്പോഴും നിരാശ തോന്നുന്ന ഒരു കാര്യം, ഇതൊക്കെ കുറെ കാലം മുന്നേ നമുക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലേ? ബട്ട് ഇറ്റ്സ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയത്തില്ലേ? ഇനിയും നമുക്ക് തുടങ്ങാം, ഇന്ന് തുടങ്ങാം നമുക്ക്. സോ ദർ ഇസ് നത്തിങ് ലൈക്ക് അത് പോയി എന്നല്ല. വി കൻ സ്റ്റാർട്ട് ഫ്രം ദിസ് മൊമെന്റ്, റൈറ്റ് ഫ്രം ഹിയർ. യെസ്. ഇപ്പൊ വിവാഹം കഴിക്കാത്ത കുട്ടികൾ പാരന്റിങ് ക്ലാസ്, അതിപ്പോ നമുക്ക് പറ്റിയ ക്ലാസ് അല്ല എന്ന് പറഞ്ഞ് അവർ അത് സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷെ സത്യത്തിൽ അവരും കൂടി കാണേണ്ടതാണ്. ഭാവിയിൽ അവർ അമ്മമാരാകും, കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കേണ്ടി വരും, അല്ലേ? ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്ന് പറയും. സത്യത്തിൽ ഒരു പോരാളി അല്ല അമ്മ. അമ്മ ഒരു ഗൈഡാണ്, നമുക്ക് എല്ലാത്തിനും ഒരു ഗൈഡൻസ് തരുന്ന ഒരാളാണ്, അല്ലേ? അപ്പൊ അമ്മയെ പോരാളി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്, പക്ഷെ അതല്ല, ആ വാക്കല്ല നമ്മൾ പറയേണ്ടത്. അപ്പോ എന്തായാലും മാമിന്റെ ഈ ഒരു സെഷൻ ഒരു ഇതും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയി, നമുക്ക് ആ ബോറിംഗ് ഒന്നും ഇല്ലാതെ ഓരോ പോയിന്റ് ക്യൂരിയോസിറ്റിയോട് കൂടി നമുക്ക് കേട്ടിരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് ഷെയർ ചെയ്തു. അത് സത്യത്തിൽ ഒരു ഐ ഓപ്പണിംഗ് സെഷൻ എന്ന് തന്നെ പറയാം. എനിവേ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രെയിനറുമായിട്ട് ഇതുപോലൊരു ട്രെയിനേഴ്സ് ടോക്കിലേക്ക് നമുക്ക് വരാം. അതുവരേക്കും എല്ലാവർക്കും പങ്കെടുത്തവർക്കും ഈ വിംബിൾ അക്കാഡമി നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്ന വിംബിൾ അക്കാഡമി, നമ്മുടെ മാസ്റ്റർ ട്രെയിനർ മിസ്റ്റർ ഫൈസൽ സി, അദ്ദേഹം, അതുപോലെ നമ്മുടെ മറ്റു ടീം അംഗങ്ങൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. Thank you. Good night, everyone. Thank you very much.